ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റൈസും മസാലയൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ദം ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 സവോള നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് പുതിയനില, കുറച്ച് മല്ലിയില, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 ഏലക്കായ, 5 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു വലിയ ബേ ലീവ്സ്, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ തൈര് ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിത് 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വയ്ക്കാം. ഇങ്ങനെ കുതിർത്താൻ വയ്ക്കുമ്പോൾ റൈസ് കുറച്ചുകൂടി നീളം വരാനും പെട്ടെന്ന് വേവായി കിട്ടാനും നല്ലതാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീവ്സ്, 2 ഏലക്കായ, 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഇത്ര ഇട്ട് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി കുതിർത്തി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. റൈസ് വേവാനായിട്ട് അധികം നേരമൊന്നും എടുക്കില്ല. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് വേവായിട്ട് വരും. ഇപ്പോൾ ദേ റൈസ് വേവായി വന്നിട്ടുണ്ട്. ഒരു 80% വേവായിട്ട് വന്നാൽ മതിയാകും. ബാക്കി ദം ചെയ്യുമ്പോൾ വേവായിക്കോളും. ഇതുപോലെ കുറച്ച് വെള്ളമയം നിൽക്കേ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസ് ഡ്രൈ ആയി പോവാതെ കട്ട പിടിക്കാതെ നല്ലപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മസാല ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. എന്നിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ ഒന്ന് വേവായിട്ട് വരും. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരും. ഇതുപോലെ ഒരു സെമി ഗ്രേവി പരിവാകുമ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കരുത്. റൈസ് എല്ലാനും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിയനില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂം കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു അരമണിക്കൂർ കൂടി അനക്കാതെ അങ്ങനെ തന്നെ വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല രുചിയുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്തും കൊടുത്തോളൂ കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.